ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Legaldais. ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡ് ഇൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ദ പേറ്റൻറ്റ്സ് ആക്ട് 1970 ബാലൻസ് ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പേറ്റൻറ്റ് റൈറ്റ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പേറ്റൻറ്റിയുടെ റൈറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഈ ഒരു പേറ്റൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ആ ഒരു പേറ്റൻറ്റ് റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു പേറ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫറബിൾ പ്രോപ്പർട്ടിയാണ്, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഹെറിറ്റബിൾ പ്രോപ്പർട്ടി എന്നും പറയാറുണ്ട്, അതായത് തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി വരാനായിട്ടും പറ്റും. അപ്പോൾ ഈ ഒരു പേറ്റൻറ്റിക്ക് ഈ പേറ്റൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് വഴിയോ അല്ലെങ്കിൽ ലൈസൻസ് വഴിയോ ആണ് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അന്നേരം ഒരു പേറ്റൻ്റ് റൈറ്റ് പേറ്റൻറ്റിയിൽ നിന്നും മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ആകുകയാണ്. അതെങ്ങനെയാണ്? നിയമപ്രകാരമാണ്, ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. അതായത് ലോ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്താണ് പേറ്റൻറ്റിയിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ ഒരു റൈറ്റ് ട്രാൻസ്ഫർ ആകുന്നത്, അല്ലെങ്കിൽ ആ ഒരു പേറ്റൻറ്റ് ട്രാൻസ്ഫർ ആകുന്നത്. ആ പേറ്റൻറ്റ് റൈറ്റ് ട്രാൻസ്ഫർ ആകുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്മിഷൻ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് അസൈൻമെൻറ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ അസൈൻമെൻറ്റും അതുപോലെ തന്നെ ലൈസൻസ് ഇങ്ങനെ രണ്ട് രീതിയിലാണ് പറ്റുന്നതെന്ന് പറഞ്ഞു. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അതായത് പേറ്റൻറ്റിൽ ഒരാൾക്കുള്ളൊരു ഇൻട്രസ്റ്റ് കാണും, ആ ഒരു ഇൻട്രസ്റ്റിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ അസൈൻമെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അസൈൻമെൻറ്റ് എന്ന് പറയുമ്പം ഹോൾ ഓർ പാർട്ട് ഓഫ് ദ പേറ്റൻറ്റ് റൈറ്റ് ആകാം. അതായത് പേറ്റൻറ്റ് റൈറ്റ് മൊത്തത്തിലും കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടും കൊടുക്കാനായിട്ട് പറ്റും ഈ അസൈൻമെൻറ്റിൻ്റെ അകത്ത്. അപ്പോൾ ഇതിൽ ആരുടെ ഫേവറിലാണോ ആ ഒരു പേറ്റൻറ്റ് റൈറ്റ് കൊടുക്കുന്നത് ആ ഒരാളെയാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ആളെയാണ് അസൈനി. അതായത് ആർക്ക് വേണ്ടിയാണോ നമ്മൾ അസൈൻ ചെയ്യുന്നത് അയാളെയാണ് അസൈനി എന്ന് വിളിക്കുന്നത്. ഇനി ആരാണോ ഈ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരാളെ വിളിക്കുന്ന പേരാണ് അസൈനർ. സോ അസൈനർ ഇത് ട്രാൻസ്ഫർ ചെയ്ത് അസൈനിക്ക് കൊടുക്കുകയാണ്. അപ്പം ഇവിടെ ഈ അസൈൻമെൻ്റ് എന്ന് പറയുന്നത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്. അപ്പം മെയിനായിട്ട് അതിനകത്ത് 3 ടൈപ്പുകളാണ് നോക്കാനുള്ളത്: ലീഗൽ അസൈൻമെൻറ്റ്, ഇക്വിറ്റബിൾ അസൈൻമെൻറ്റ്, അതുപോലെ തന്നെ മോർട്ട്ഗേജ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യം തന്നെ ലീഗൽ അസൈൻമെൻറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേറ്റൻറ്റ് റൈറ്റ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതെങ്ങനെയാണ് കൊടുക്കുന്നത്? ഒരു എഗ്രിമെൻറ്റ് വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഡ്യൂലി രജിസ്റ്റേർഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് ലീഗൽ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. സോ അത് ഓർക്കുക, ഒരു എക്സിസ്റ്റിംഗ് പേറ്റൻറ്റ് റൈറ്റ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ അസൈൻമെൻ്റ് ആണ് നടക്കുന്നത്. അതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് നടക്കുന്നത്? ഒരു എഗ്രിമെൻ്റ് വഴിയാണ് നടക്കുന്നത്. ആ എഗ്രിമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഡ്യൂലി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ലീഗൽ അസൈൻമെൻറ്റ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു ലീഗൽ അസൈനിക്ക് ഹാസ് ദ റൈറ്റ് ടു ഹാവ് ഹിസ് നെയിം എൻറ്റേർഡ് ഇൻ ദ രജിസ്റ്റർ ഓഫ് പേറ്റൻറ്റ് ആസ് പ്രൊപ്പറേറ്റർ ഓഫ് ദ പേറ്റൻറ്റ്. അതായത് ആ ഒരു പേറ്റൻറ്റിൻ്റെ രജിസ്റ്റർ ഉണ്ടായിരിക്കും. ആ രജിസ്റ്ററിലേക്ക് ഈ ഒരു അസൈനിയുടെ, ഒരു ലീഗൽ അസൈനിയുടെ പേര് എൻട്രി ചെയ്യാനുള്ള ഒരു റൈറ്റ് അവിടെ അയാൾക്കുണ്ട്. ആ ലീഗൽ അസൈനിക്ക് ആവശ്യപ്പെടാം അയാളുടെ പേര് അതിലേക്ക് എൻ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അത് അയാളുടെ റൈറ്റായിട്ടാണ് പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ആ ഒരു പേറ്റൻറ്റിൻ്റെ പ്രൊപ്പറേറ്റർ എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരാളുടെ പേര് അവിടേക്ക് എൻ്റർ ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇവിടെ ഈ ഒരു പേറ്റൻറ്റ് റൈറ്റിൻ്റെ സെയിൽ എന്ന് പറയുന്നത് ഒരു ലീഗൽ അസൈൻമെൻറ്റിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അതായത് ഒരു പേറ്റൻറ്റ് റൈറ്റ് സെയിൽ നടത്തുന്നത് ഒരു ലീഗൽ അസൈൻമെൻ്റ് ആണെന്ന് പറയാം. ഇനി രണ്ടാമത്തതാണ് ഇക്വിറ്റബിൾ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിറ്റബിൾ അസൈൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേറ്റൻറ്റ് റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ ഈ എപ്പോഴും ട്രാൻസ്ഫർ നടക്കുന്നതാണ് അസൈൻമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ ട്രാൻസ്ഫർ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ എന്താണ് വ്യത്യാസം? അവിടെ ഒരു ഫോർമൽ എഗ്രിമെൻറ്റ് ഇല്ല. അപ്പം അത് ഈ കൺട്രോളറുമായിട്ട് രജിസ്റ്റർ ചെയ്യത്തക്ക വണ്ണം ഒരു ഫോർമൽ എഗ്രിമെൻറ്റേ അവിടെ വരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം അവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് എന്തിൻ്റെ ഫലമായിട്ടായിരിക്കും അസൈൻമെൻറ്റ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലെറ്റർ കാണും. ഈ പേറ്റൻറ്റി ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പം അത് എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന പേറ്റൻറ്റ് റൈറ്റ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്, ഇമ്മീഡിയറ്റ് ഇഫക്റ്റോട് കൂടി ഇത് അസൈൻ ചെയ്ത് കൊടുക്കുകയാണെന്ന് പറഞ്ഞ് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ കാണും. അതിൻ്റെ ഫലമായിട്ടായിരിക്കും ഈ ഒരു ഇക്വിറ്റബിൾ അസൈൻമെൻ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ അസൈനിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലീഗൽ അസൈൻമെൻറ്റിൽ വരുന്നത് പോലെ ഒരു പ്രൊപ്പറേറ്റർ എന്നുള്ള രീതിയിൽ അയാളുടെ പേര് അവിടേക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല.
ആ ഒരു രജിസ്റ്ററിലേക്ക് പേര് പ്രൊപ്പറേറ്റർ ഓഫ് ദി പേറ്റൻറ്റ് എന്നുള്ള രീതിയിൽ എൻറ്റർ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഇവിടുത്തെ ഈ ഒരു ഇക്വിറ്റബിൾ അസൈൻമെൻറ്റിൽ അസൈനിക്ക് കിട്ടുന്നില്ല. എന്ത് മാത്രമേ പറ്റത്തുള്ളൂ? അയാളുടെ ആ ഒരു നോട്ടീസ് ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് ആ ഒരു രജിസ്റ്ററിലേക്ക് എൻറ്റർ ചെയ്യാം. അതായത് ഇങ്ങനെ ഒരാൾക്ക് ഇത് ഈ ഒരു പേറ്റൻറ്റിൽ അയാൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം മാത്രം ജസ്റ്റ് ആ രജിസ്റ്ററിലേക്ക് എൻറ്റർ ചെയ്യാം. അതല്ലാതെ അയാളെ ആ ഒരു പേറ്റൻറ്റിൻ്റെ പ്രൊപ്പറേറ്റർ ആക്കുന്ന ആ ഒരു സ്റ്റേറ്റസ് അയാൾക്ക് കിട്ടുന്നില്ല. അപ്പം ഈ ഒരു ഇക്വിറ്റബിൾ അസൈൻമെൻ്റ് എന്നുള്ളത് അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താക്കി മാറ്റാം? ഒരു ലീഗൽ അസൈൻമെൻ്റ് ആക്കി മാറ്റാം. അതെങ്ങനെയാണ് മാറ്റേണ്ടത്? ഇതിനു വേണ്ടി ഒരു റിട്ടൺ എഗ്രിമെൻ്റ് അവിടെ വേണം. എന്നിട്ട് അത് കൺട്രോളറുമായിട്ട് കൺട്രോളറിൻ്റെ അടുത്ത് കൊണ്ടുപോയി അത് രജിസ്റ്റർ ചെയ്യിക്കുകയും വേണം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇക്വിറ്റബിൾ അസൈൻമെൻറ്റിനെ ഒരു ലീഗൽ അസൈൻമെൻ്റ് ആക്കി മാറ്റാനായിട്ട് ആ ഒരു അസൈനിക്ക് പറ്റുവാണ് അവിടെ. അതാണ് ഇക്വിറ്റബിൾ അസൈൻമെൻറ്റ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് മോർട്ട്ഗേജ് എന്ന് പറയുന്നത്. മോർട്ട്ഗേജ് എന്ന് പറയുന്നതും ഒരു ഫോം ഓഫ് അസൈൻമെൻറ്റ് തന്നെയാണ്. മോർട്ട്ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ ഡോക്യുമെൻറ്റ് ട്രാൻസ്ഫറിങ് ദ പേറ്റൻറ്റ് റൈറ്റ് ടു ദ മോർട്ട്ഗേജി വിത്ത് എ വ്യൂ ടു സെക്യൂർ ദ പേയ്മെൻറ്റ് ഓഫ് എ സ്പെസിഫൈഡ് സം ഓഫ് മണി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്രയെങ്കിലും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു തുക പേ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഈ ഒരു മോർട്ട്ഗേജിക്ക് ഈ പേറ്റൻറ്റിന് ചില റൈറ്റുകൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ മോർട്ട്ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു എമൗണ്ട് സെക്യൂർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതും അതിന് എന്തായിട്ട് കൂട്ടാം? നമുക്ക് ഈ ഒരു അസൈൻമെൻ്റ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പം ഇവിടെ എന്താണ്? മോർട്ട്ഗേജിക്ക് ഈ ഒരു പ്രൊപ്പറേറ്റർ ഓഫ് ദി പേറ്റൻറ്റ് എന്നുള്ള രീതിയിൽ അയാളുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മോർട്ട്ഗേജി എന്നുള്ള രീതിയിൽ അയാളുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതല്ലാതെ പ്രൊപ്പറേറ്റർ ആണ് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. പിന്നീട് ഈ ഒരു പേറ്റൻറ്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ 3 തരത്തിലുള്ള അസൈൻമെൻറ്റ് നമ്മൾ പറഞ്ഞു. ലീഗൽ അസൈൻമെൻറ്റ്, ഇക്വിറ്റബിൾ അസൈൻമെൻറ്റ്, മോർട്ട്ഗേജ്. ഇനി ഈ ഒരു പേറ്റൻറ്റ് അസൈൻ ചെയ്ത് കൊടുക്കുമ്പം അത് വാലിഡ് ആകണം എന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിലേ ആ ഒരു അസൈൻമെൻറ്റിനെ നമുക്ക് വാലിഡ് അസൈൻമെൻറ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്നതാണ് ആ ഒരു അസൈൻമെൻ്റ് എന്ന് പറയുന്നത് ഒരു റൈറ്റിങ്ങിലായിരിക്കണം, അതൊരു ഡോക്യുമെൻ്റായിട്ട് മാറ്റിയിരിക്കണം. അപ്പോൾ അത് അല്ലാതെ പറഞ്ഞാൽ പോരാ, ഇത് ഇയാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അതൊരു ഡോക്യുമെൻ്റായിട്ട് ഇൻ റൈറ്റിങ്ങിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടീസ് തമ്മിലുള്ള റൈറ്റ്, ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിട്ടൺ എഗ്രിമെൻറ്റ് ആരുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം? കൺട്രോളറിൻ്റെ അടുത്ത് കൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ 2 കണ്ടീഷൻസ് അവിടെ വേണം. അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് സച്ച് ഡീഡ് ഓഫ് അസൈൻമെൻറ്റ് ഈസ് ടു ബി ഫയൽഡ് വിത്ത് ദ കൺട്രോളർ വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് ദ ഡോക്യുമെൻറ്റ്. അതായത് ഈ ഒരു ഡോക്യുമെൻ്റ് എക്സിക്യൂട്ട് ചെയ്ത് ആ ഒരു ദിവസം തൊട്ട് 6 മാസത്തിനുള്ളിൽ വേണം ഈ ഒരു ഡീഡ് ഓഫ് അസൈൻമെൻറ്റ് അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൺട്രോളർക്ക് കൊടുക്കേണ്ടത്. എത്ര നാളിനുള്ളിലാണ്? 6 മാസത്തിനുള്ളിൽ വേണം കൊടുത്തിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് അവിടുത്തെ ഒരു വാലിഡ് അസൈൻമെൻറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ലൈസൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പേറ്റൻറ്റിക്ക് അയാളുടെ റൈറ്റ് ലൈസൻസ് എഗ്രിമെൻറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. പെർമിറ്റിംഗ് ദ ലൈസൻസി ടു മേക്ക് യൂസ് ഓഫ് ദ ഇൻവെൻഷൻ. അതായത് അങ്ങനെ കൊടുക്കുന്നതോടുകൂടി ആ ഒരു ലൈസൻസിക്ക്, അതായത് ആർക്കാണോ ലൈസൻസ് അനുവദിച്ച് കിട്ടുന്നത് ആ ഒരു ലൈസൻസിക്ക് ഈ ഒരു ഇൻവെൻഷൻ കൊണ്ട് എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടാക്കാനായിട്ട് പറ്റും, അയാൾക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ലൈസൻസ് എഗ്രിമെൻറ്റിൻ്റെ അകത്തും ഇതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം. പാർട്ടീസ് തമ്മിൽ ഗവേൺ ചെയ്യുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ലൈസൻസ് എഗ്രിമെൻറ്റിൽ ഉണ്ടായിരിക്കണം. ആൻഡ് അവിടെ ലൈസൻസ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു ലൈസൻസിക്ക് കുറച്ച് പേഴ്സണൽ പ്രിവിലേജ് കൊടുക്കുകയാണ്. ഇവിടെ ഈ ഒരു ലൈസൻസിൻ്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ഒന്നും ആകുന്നില്ല. അതാണ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. പിന്നീട് ഈ ഒരു ലൈസൻസ് എന്ന് പറയുന്നത് തന്നെ പല തരത്തിലാണ് ഉണ്ടാകാം. ഡിഫറെൻറ്റ് കൈൻഡ്സ് ആണ് വരുന്നത്. വോളണ്ടറി ലൈസൻസും ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസും ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം വോളണ്ടറി ലൈസൻസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, വോളണ്ടറി ലൈസൻസ് പറയുമ്പം ഒരു റിട്ടൺ അതോറിറ്റിയാണ് ഗ്രാൻഡഡ് ബൈ ദ ഓണർ ഓഫ് ദ പേറ്റൻറ്റ് ടു അനദർ പേഴ്സൺ ടു മേക്ക് യൂസ് ഓഫ് ദ ഇൻവെൻഷൻ ഇൻ ദ മാനർ ആൻഡ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇമ്പോസ്ഡ് ഇൻ ദ ലൈസൻസ് എഗ്രിമെൻറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു പേറ്റൻറ്റിൻ്റെ ഓണർ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു റിട്ടൺ ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് ലൈസൻസ് എന്ന് പറയുന്നത്. വോളണ്ടറി ലൈസൻസ് എന്ന് പറയുന്നത് അതായത് ആ ഒരു ഓണർ തന്നെ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുകയാണ്.
അത് ആർക്കാണ് കൊടുക്കുന്നത്? വേറെ ഏതെങ്കിലും ഒരാൾക്ക്, ഒരു അനദർ പേഴ്സണാണ് കൊടുക്കുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ആ ഒരു ഇൻവെൻഷൻ ഉപയോഗപ്രദമാക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരാൾക്ക് ഉപയോഗപ്രദമാക്കാൻ വേണ്ടിയിട്ട്. അതിനി എങ്ങനെയാണെന്നുള്ള കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് ആ ഒരു ലൈസൻസ് എഗ്രിമെൻറ്റിൽ തന്നെ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്തൊക്കെ ടേംസും കണ്ടീഷൻസും ഉണ്ട്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ്, ഏത് മാനറിലാണ് അത് അയാൾക്ക് ഉപയോഗപ്രദമാക്കാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഓണർ തന്നെ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു റിട്ടേൺ അതോറിറ്റിയാണ് നമ്മൾ വോളണ്ടറി ലൈസൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇവിടെ ഈ ഒരു വോളണ്ടറി ലൈസൻസ് വരുന്ന സമയത്ത് കൺട്രോളർക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ആ ഒരാൾ തന്നെയാണ് ഡയറക്റ്റ്ലി കൊടുക്കുന്നത്. അതായത് വോളണ്ടറി ആയിട്ട് സ്വമേധി അങ്ങ് കൊടുക്കുകയാണ്, ഒരു റിട്ടേൺ അതോറിറ്റി കൊടുക്കുകയാണ്. ഇനി രണ്ടാമത്തതാണ് സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസിങ്ങിനകത്ത് ആർക്കായിരിക്കും റോള് വരുന്നത്? ആ ഒരു കൺട്രോളർക്കും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനും ആയിരിക്കും ഇമ്പോർട്ടൻ്റ് റോൾ വരുന്നത്. അപ്പം കമ്പൽസറി ലൈസൻസസ് ആൻഡ് ലൈസൻസസ് ഓഫ് റൈറ്റ് ആർ എക്സാമ്പിൾ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസസ്. അപ്പോൾ കമ്പൽസറി ലൈസൻസും അതുപോലെ തന്നെ ലൈസൻസ് ഓഫ് റൈറ്റ്, ഇത് നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസുകൾക്ക് എക്സാമ്പിളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡേറ്റ് ഓഫ് സീലിംഗ് തൊട്ട് 3 വർഷം കഴിഞ്ഞ്, ആ ഒരു 3 വർഷത്തിൻ്റെ പീരീഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്പയറേഷന് ശേഷം ഏതൊരാൾക്ക് ഈ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺ ഒരു ആപ്ലിക്കേഷൻ മേക്ക് ചെയ്യാം. ആരുടെ അടുത്താണ്? കൺട്രോളറിൻ്റെ അടുത്ത് മേക്ക് ചെയ്യാൻ പറ്റും. അവിടെ എന്തായിരിക്കും അലീജ് ചെയ്യുന്നത്? ഈ റീസണബിൾ റിക്വയർമെൻറ്റ്സ് ഓഫ് പബ്ലിക്, അതായത് ഈ ഒരു പേറ്റൻറ്റഡ് ഇൻവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിക്കിൻ്റെ കുറച്ച് റീസണബിളായിട്ടുള്ള റിക്വയർമെൻറ്റുകളുണ്ട്, ആവശ്യകതകളുണ്ട്. അപ്പോൾ അതൊന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലായിരുന്നു എന്നൊരു അലിഗേഷൻ വെക്കാം. അല്ലെങ്കിൽ എന്താണ് വെക്കാൻ പറ്റുന്നത്? ഈ ഒരു പേറ്റൻറ്റഡ് ഇൻവെൻഷൻ ആളുകൾക്ക്, പബ്ലിക്കിന് റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് കൊടുത്തില്ല, അവൈലബിൾ ആക്കിയില്ല എന്നൊരു അലിഗേഷനൂടെ വെക്കാം. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു അലിഗേഷൻ വെച്ചുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ ഒരാൾ കൊടുക്കുവാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ആപ്ലിക്കൻറ്റിന് ഒരു കമ്പൽസറി ലൈസൻസ് ഗ്രാൻഡ് ചെയ്യണം എന്നായിരിക്കും ഇവിടെ ആവശ്യപ്പെടുന്നത്. അപ്പം ആ ഒരു പേറ്റൻറ്റഡ് ഇൻവെൻഷനിൽ അയാൾക്ക് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കമ്പൽസറി ലൈസൻസ് വേണം എന്നായിരിക്കും ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ അതാണ് നമ്മൾ കമ്പൽസറി ലൈസൻസ് പറയുന്നത്. ഇനി ഇതിൽ തന്നെ ലൈസൻസ് ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം ഇതേപോലെ തന്നെ 3 വർഷം കഴിഞ്ഞു, ആ ഒരു സീലിങ്ങിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഒരു ആപ്ലിക്കേഷൻ കൺട്രോളറോട് മേക്ക് ചെയ്യുന്നത്. എന്തായിരിക്കും? ഈ ഒരു പേറ്റൻറ്റിൻ്റെ ആ ഒരു ഓർഡറിൻ്റെ അകത്ത് ഈ വേർഡ് കൂടെ ആഡ് ചെയ്യണം, അതായത് ലൈസൻസസ് ഓഫ് റൈറ്റ് എന്നുള്ളൊരു വേർഡ് കൂടെ എൻഡോഴ്സ് ചെയ്യണം. അപ്പം അവിടെയും ഈ ഗ്രൗണ്ട്സ് സെയിം തന്നെയാണ്, അലിഗേഷൻസ് സെയിം തന്നെയാണ് പറയുന്നത്. ഇത് ആളുകൾക്ക് അവൈലബിൾ ആക്കിയില്ല, അല്ലെങ്കിൽ ഇത് റീസണബിൾ പ്രൈസിന് കൊടുത്തില്ല, അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ അവിടെ എന്താണ്? അങ്ങനെ ഒരു അപ്പോൾ അവിടെയാണ് ലൈസൻസസ് ഓഫ് റൈറ്റ് വന്നത്. അപ്പം ഈ കൺട്രോളർ ഈ ഒരു അലിഗേഷനൊക്കെ സാറ്റിസ്ഫൈഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ പേറ്റൻറ്റ് ഇതിൻ്റെ അകത്ത് ലൈസൻസ് ഓഫ് റൈറ്റ് എന്നുള്ളൊരു വേർഡൂടെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് ഒരു ഓർഡർ മേക്ക് ചെയ്യാനായിട്ട് ഈ ആർക്ക് പറ്റും? കൺട്രോളർക്ക് പറ്റും. ഇനി അങ്ങനെ ലൈസൻസ് ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പേറ്റൻറ്റ് എൻഡോഴ്സ്ഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതൊരാൾക്കും, അതായത് ഒരു പേറ്റൻറ്റഡ് ഇൻവെൻഷൻ്റെ വർക്കിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതൊരാൾക്കും ആ ഒരു എന്ത് ചെയ്യാനായിട്ട് പറ്റും? മേ റിക്വയർ ദ പേറ്റൻറ്റി ടു ഗ്രാൻഡ് ഹിം എ ലൈസൻസ് ഓൺ മ്യൂച്വൽ അക്സെപ്റ്റബിൾ ടേംസ്. നമ്മളിതിന് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പേറ്റൻറ്റിയോട് ആവശ്യപ്പെടാൻ പറ്റും എന്താണ്? ഒരു മ്യൂച്വലായിട്ടുള്ള അക്സെപ്റ്റബിൾ, അതായത് രണ്ടുപേർക്ക് സമ്മതമായിട്ടുള്ളൊരു ടേംസ് വെച്ചിട്ട് ലൈസൻസ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കണം എന്ന്. ഇനി അങ്ങനെ മ്യൂച്വലി വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൺട്രോളർ ആയിരിക്കും ടേംസ് തീരുമാനിക്കുന്നത്. എന്നിട്ട് ഈ പാർട്ടീസിന് നോട്ടീസ് കൊടുത്തതിന് ശേഷം കൺട്രോളർ തന്നെ തീരുമാനിക്കും. അപ്പോൾ അവിടെ പേറ്റൻറ്റ് എന്തിരിക്കണം? ലൈസൻസ് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ ഈ കൺട്രോളർ ഫിക്സ് ചെയ്ത ടേംസിനായിരിക്കും കൊടുക്കേണ്ടി വരുന്നത്. പിന്നീട് ഒരു ലൈസൻസ് വാലിഡാണ്, അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഒരു ലൈസൻസിക്ക് എന്ത് റൈറ്റ് കിട്ടുകയാണ്? അങ്ങനെ ഒരു ലൈസൻസ് വാലിഡാണ്, രജിസ്റ്റേർഡ് ആണെന്ന് പറയുമ്പോൾ ലൈസൻസിക്ക് അവിടെ കിട്ടുന്ന റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേറ്റൻറ്റഡ് ഇൻവെൻഷനെ ഉപയോഗിക്കാനായിട്ട് പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അവിടെയും എന്തൊക്കെ കാണുമ്പോൾ ചില കണ്ടീഷൻസും ലിമിറ്റേഷൻസൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു ലൈസൻസിൻ്റെ മേൽ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിനൊക്കെ സബ്ജക്റ്റഡ് ആയിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പേറ്റൻറ്റഡ് ഇൻവെൻഷനെ ഉപയോഗിക്കാനായിട്ട് ഈ ഒരു ലൈസൻസിക്ക് അവിടെ പറ്റുവാണ്. പിന്നീട് ഈ ഒരു ലൈസൻസ് എന്ന് പറയുന്നത് ഈ അവർക്ക് ലൈസൻസ് ഗ്രാൻഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു എക്സ്ക്ലൂസീവ് ലൈസൻസ് അയാൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫ്രിഞ്ച്മെൻറ്റ് അവിടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ പ്രൊസീഡിങ്സിനെയൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു റൈറ്റ് ഉണ്ടായിരിക്കും.
പിന്നീട് ഈ ഒരു എക്സ്ക്ലൂസീവ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്ക്ലൂസീവ് ലൈസൻസ് എന്ന് പറയുമ്പം ആ ഒരു ലൈസൻസിയുടെ മേൽ ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു റൈറ്റ് ആൾക്ക് കിട്ടുകയാണ്. അതായത് എന്താ, ഈ ഒരു പേറ്റന്റ് ഇൻവെൻഷൻ മേക്ക് ചെയ്യാനോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സെല്ല് ചെയ്യാനോ എല്ലാത്തിനും അയാൾക്ക് മറ്റുള്ളവരെക്കാളും ഒരു പ്രത്യേക ഒരു പവർ അവിടെ കിട്ടുകയാണ്. അതാണ് എക്സ്ക്ലൂസീവ് റൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ലൈസൻസ് പറയുന്നത് നോൺ എക്സ്ക്ലൂസീവ് ആണെന്നുണ്ടെങ്കിൽ ലൈസൻസിക്ക് എന്ത് പറ്റത്തില്ല, സ്യൂട്ടൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അൺലെസ് ദർ ഈസ് എ ക്ലോസ് ഇൻ ദ ലൈസൻസ് അതോറിറ്റി ദ ലൈസൻസ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് സച്ച് പ്രൊസീഡിങ്സ്. അതായത് നോർമലി അപ്പോൾ അങ്ങനെ നോൺ എക്സ്ക്ലൂസീവ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പറ്റത്തില്ലെന്നാണ്. ഇനി സപ്പോസ് അവിടെ ഒരു ക്ലോസ് പറഞ്ഞിട്ടുണ്ട്, അതായത് പ്രൊസീഡിങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാം, അതല്ലാത്തടത്തോളം കാലം ചെയ്യാൻ പറ്റത്തില്ല. ഒരു നോൺ എക്സ്ക്ലൂസീവ് ലൈസൻസ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ. സോ ലൈസൻസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് വരുന്നുണ്ട്, വോളണ്ടറിയും സ്റ്റാറ്റ്യൂട്ടറിയും. അത് രണ്ടും ഓർത്ത് വെക്കുക. ഇനി അത് കഴിഞ്ഞ് നമുക്ക് മൂന്നാമത് ഇതിൽ പറയാനുള്ള കാര്യമാണ് ട്രാൻസ്മിഷൻ ഓഫ് പേറ്റൻറ്റ്. അപ്പോൾ നമ്മൾ അസൈൻമെൻറ്റ് പറഞ്ഞു, ലൈസൻസ് പറഞ്ഞു, ഇനി ട്രാൻസ്മിഷൻ നോക്കാം. ട്രാൻസ്മിഷൻ്റെ അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പേറ്റൻറ്റ് റൈറ്റ് ഹെറിറ്റബിൾ ആണ്. അപ്പോൾ ഹെറിറ്റബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, തലമുറകളായിട്ട് ഇങ്ങനെ ലീഗൽ ഹെയർസിന് കിട്ടിക്കൊണ്ടിരിക്കും അത്. അപ്പോൾ ഇവിടെ ഒരു പേറ്റൻറ്റ് ഇവിടെ മരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അയാളുടെ ഇൻട്രസ്റ്റ് ആരിലേക്ക് പോകും, അത് അയാളുടെ ലീഗൽ ഹെയർസിനായിരിക്കും പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ട്രാൻസ്മിഷൻ ഓഫ് പേറ്റൻറ്റ് എന്ന് പറയാം. അതായത് ലോ പ്രകാരം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അത് ട്രാൻസ്ഫറായി പോവുകയാണ്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ പേറ്റൻറ്റ് അക്വയർ ചെയ്യാം. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ റൈറ്റ് ഓഫ് പേറ്റൻറ്റി വിൽ ബി ട്രാൻസ്ഫർ ടു ദ ഗവൺമെൻറ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. അപ്പോൾ നിയമപ്രകാരം തന്നെ ആ ഒരു റൈറ്റ് ആരിലേക്ക് കൺവേർട്ടഡ് ആകും, ഈ പേറ്റൻറ്റിയുടെ റൈറ്റ് ഗവൺമെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ആകുകയും ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ ഓഫ് പേറ്റൻറ്റ് എന്നുള്ളൊരു പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പാണ് അവിടെ വരുന്നത്. ഒരു പേറ്റൻറ്റ് റൈറ്റിൻ്റെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് അസൈൻമെൻറ്റ് തന്നെ 3 ഉണ്ട്. ലീഗൽ അസൈൻമെൻറ്റ്, ഇക്വിറ്റബിൾ അസൈൻമെൻറ്റ്, മോർട്ട്ഗേജ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നതാണ് ലൈസൻസും 2 ടൈപ്പാണ്, വോളണ്ടറി ലൈസൻസും സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസും. ദെൻ ട്രാൻസ്മിഷൻ ഓഫ് പേറ്റൻറ്റ്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിതിൻ്റെ ബാലൻസ് ടോപ്പിക്സ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.